ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി അതിസാഹസികമായി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്ക് നാളെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് കൈമാറിയിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം എന്ന് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. നോട്ടീസ് കൈമാറി അല്പസമയം മുമ്പാണ് പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഷൈൻ ഹാജരാകും എന്നാണ് പിതാവ് ചാക്കോ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, നാളെ വൈകിട്ട് 3 മണിക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാൻ പോകുന്നു പോലീസ്. ഇവിടെ ആക്ഷേപമായി നിൽക്കുന്നത് ഇത് മാത്രമല്ല, വിൻസിയുടെ പരാതിയുണ്ട്. അത് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. അത് പോലീസിന് മുമ്പിലേക്ക് പരാതിയായിട്ട് എത്തിയിട്ടില്ല എങ്കിലും സർക്കാർ അതിൽ അന്വേഷണം നടത്താൻ പോകുന്നു. അതുപോലെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ കടുത്ത നിലപാട് സ്വീകരിക്കാൻ പോകുന്നു. താൽക്കാലികമായി സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നതടക്കം ആലോചിക്കാൻ നിർണായകമായ യോഗങ്ങൾ വിവിധ സിനിമാ സംഘടനകൾ ചേരാൻ പോകുന്നു. വരും ദിവസങ്ങൾ ഷൈൻ അത്ര എളുപ്പമായിരിക്കില്ല. കടുപ്പമേറിയ ദിനങ്ങൾ മുന്നിൽ. സൂരജ്, ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് അതിസാഹസികമായി രക്ഷപ്പെട്ട ഷൈൻ ഒടുവിൽ പോലീസിന് മുന്നിലേക്ക് വീണ്ടും എത്തുകയാണ്. നാളെ 3 മണിക്ക് നേരിട്ട് പോലീസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുടുംബത്തിന് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഹാജരാകാനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഷൈനിന് എറണാകുളത്ത് ഹാജരാകണമെങ്കിൽ സമയം വേണം എന്ന് കുടുംബം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരമാണ് നാളെ 3 മണി എന്ന സമയം ഈ പോലീസ് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. കുടുംബം അത് സംബന്ധിച്ച് നോട്ടീസ് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയാണ് ഈ നോട്ടീസ് നിലവിൽ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും ചോദ്യം ചെയ്യുന്നതിനു വേണ്ടിയും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വേദാന്ത ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സംഭവം വിവരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ നോട്ടീസ് എന്നാണ് പിതാവ് നമ്മളോട് ഇതിനു ശേഷം സംസാരിക്കുമ്പോൾ പറഞ്ഞത്. നാളെ എന്തായാലും 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് പിതാവ് ഇതിനുശേഷം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. എല്ലാ അർത്ഥത്തിലും നിയമപരമായി സഹകരിക്കും. നാളെ തന്നെ ഷൈൻ ഹാജരാകുമെന്നുള്ളതാണ് കുടുംബം ഉറപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമോപദേശം ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തരത്തിലുള്ള നിയമോപദേശവും തേടിയിട്ടില്ല. അഡ്വക്കേറ്റ് രാമപിള്ളയാണ് നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ അഭിഭാഷകനായി പ്രവർത്തിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കേസിൽ, ലഹരി കേസിൽ വാദിച്ചത് അദ്ദേഹമായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ ഘട്ടത്തിൽ ഒരു നിയമോപദേശം തേടിയിട്ടില്ല. നിയമോപദേശം തേടേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു സുഹൃത്തിനൊപ്പമായിരിക്കും നാളെ ഈ പോലീസിന് മുന്നിൽ ഹാജരാകുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ അറിയിക്കുന്നത്. ഒരുപക്ഷെ അഭിഭാഷകനൊപ്പമോ എത്തുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും നാളെ പോലീസിന് മുന്നിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തുമെന്ന അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് കുടുംബം. അപ്പോഴും ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എന്ന് സംബന്ധിച്ച് കുടുംബം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നില്ല. എവിടെയാണ് ഷൈൻ എന്ന് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് തങ്ങൾക്കും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവർ ഉറപ്പായും പറയുന്ന കാര്യം നാളെ നേരിട്ട് ഹാജരാകും എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായി ഷൈൻ എവിടെ ഉണ്ടെന്ന് സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് ധാരണയുണ്ട്. ഷൈനുമായി ഇവർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഈ കുടുംബാംഗങ്ങളുമായി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന കാര്യം ഈ ഷൈനെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയോടുകൂടി കുടുംബത്തിന് ഷൈനുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ചില വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് പോലീസിന് മുന്നിൽ ഹാജരായിക്കൊണ്ട് ഇതിനകത്ത് ഒരു താൽക്കാലികമായെങ്കിലും ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുക എന്നതാണ് കുടുംബം ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സൂരജ് സജിയാണ് ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് അതിസാഹസികമായി കടന്നുകളഞ്ഞ് ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോ നാളെ വൈകിട്ട് 3 മണിക്ക് പോലീസിന് മുമ്പിൽ ഹാജരാകും എന്നാണ് കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്ത് തരത്തിലാണ് തുടർ നടപടികൾ, തുടർ നീക്കങ്ങൾ പോലീസ് ആലോചിക്കുന്നത്? വിഷ്ണു, അടിയന്തര സ്വഭാവമുള്ളൊരു നോട്ടീസാണിത്. സാധാരണഗതിയിൽ ഒരാൾക്ക് നോട്ടീസ് നൽകി 7 ദിവസത്തിനുള്ളിൽ ഹാജരാകാനാണ് ആവശ്യപ്പെടാറുള്ളത്. പക്ഷേ ഷൈനോട് നാളെ തന്നെ ഹാജരാകണം, ഷൈൻ അധികം സമയം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര സ്വഭാവമുള്ള നോട്ടീസ് കൈമാറുകയും ചെയ്തത്. 10 മണിക്ക് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഷൈൻ പൊള്ളാച്ചിലായതിനാൽ 3 മണിക്ക് ഹാജരാകാം എന്ന് കുടുംബം അറിയിക്കുകയായിരുന്നു. അത് ഏറെക്കുറെ പോലീസ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഹാജരാകുക. ഷൈനോട് ചോദിച്ചറിയാനുള്ളത് പ്രധാനമായി 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തിനാണ് ഈ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടയിൽ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്? മറ്റൊന്ന്, ലഹരി കൈവശമുണ്ടായിരുന്നോ? ആ ഒരു പശ്ചാത്തലത്തിലാണ് ഓടിയത്. ഈ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്ന ലക്ഷ്യത്തിലാണ് ഷൈനെ വിളിച്ചു വരുത്തുന്നത്. ഷൈനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയോ കേസോ ഷൈനെതിരെ നിൽക്കുന്നില്ല. ഈ ഷൈന ഹോട്ടലിൽ നിന്ന് ഓടിയത് എന്തിന് എന്നൊരു ചോദ്യത്തിന് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തിലാണ് വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണത്തിനൊടുവിലാണ് ഷൈൻ്റെ മുറിയിൽ ഒരു പരിശോധനയ്ക്ക് വേണ്ടി മറ്റൊരാൾ
ഒരാളെ തേടി എത്തിയെങ്കിൽ പോലും ഷൈനെ കൂടി ഉണ്ട് എന്നറിഞ്ഞ് ഷൈനെ കൂടി പരിശോധിക്കാം എന്നൊരു ധാരണയിലാണ് പോലീസ് എത്തിയത്. പക്ഷേ അവിടെ നിന്ന് ഷൈൻ രക്ഷപ്പെടുകയായിരുന്നു. അതിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പോലീസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഷൈൻ നാളെ 3 മണിയോടുകൂടി എത്തും. ഷൈനെ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും. ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട് വരും. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ നടപടിയിലേക്കൊക്കെ പോകൂ. രാസപരിശോധന എന്ന് നടത്താനുള്ളൊരു സാധ്യത നിലവിൽ നമ്മൾ നോക്കി കാണുന്നില്ല. കാരണം സാധാരണഗതിയിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തുക 2 ദിവസത്തിനിടയിലാണ്. അത്തരം സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഷൈൻ്റെ പക്കൽ നിന്നൊന്നും പിടിക്കുകയോ അത്തരം നടപടികളൊന്നുമില്ല. ഇപ്പോൾ ഈ മുടിയടക്കം പരിശോധിക്കണമെങ്കിൽ അതിന് ചില നിയമക്കുരുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് നിലവിൽ പോലീസ് പോകാൻ സാധ്യതയില്ല. ഒരു സേഫ് സോണിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഉള്ളത്. പക്ഷേ അയാളുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയാൽ ഒരുപക്ഷെ ഒരല്പം പ്രതിസന്ധി ഷൈൻ നേരിടേണ്ടി വരും. കഴിഞ്ഞ സമീപകാലത്തെ അയാൾ നിരീക്ഷിച്ച പോലീസിൻ്റെ ചില വിവരങ്ങൾ പോലീസിൻ്റെ പക്കലുമൊക്കെ ഉണ്ട്. അതെല്ലാം വെച്ചായിരിക്കും ഷൈനോട് ചോദ്യം ചെയ്യൽ നടത്തുക. പക്ഷേ അത്തരത്തിലൊരു കേസിലേക്ക് പോകാൻ മാത്രമുള്ള എവിഡൻസുകൾ പോലീസിൻ്റെ പക്കലുണ്ടോ? ഒരു ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് പോലീസിൻ്റെ പക്കൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കേസെടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് രാവിലെ നാർക്കോട്ടിക് ACP പ്രതികരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് കേസെടുക്കാനുള്ള നടപടികളൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്തിന് ഹോട്ടലിലെത്തി, ആരാണ് കൂടെ ഉണ്ടായിരുന്നത്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, എന്തിനാണ് ഡാൻസ് ഓഫ് സംഘത്തെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടത്, എവിടെയായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്, അക്കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ച് ഒരു വ്യക്തത വരുത്തി ഷൈനെ വിടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റു കൂടുതൽ കടുത്ത നടപടിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷൈൻ പോലീസിന്റെ റഡാറിലാണ്. ഇനി എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഉറപ്പായും ഷൈൻ ടോം ചാക്കോ ജയിലിനകത്തേക്കൊക്കെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ പരിശോധനയ്ക്കിടെ കണ്ണുവെട്ടിച്ച് ഓടിക്കളഞ്ഞത് എന്നുള്ള കാര്യമാണ്. അതിൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഡാൻസ് ഓഫിൻ്റെ പരിശോധനയ്ക്കിടെ നടൻ മുങ്ങിയത് എന്തിന് എന്നുള്ള കാര്യത്തിൽ ഉത്തരം തേടും. നാളെ വൈകിട്ട് 3 മണിക്ക് ഹാജരാകും എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. 3 പേർ ഷൈൻ ടോം ചാക്കോയെ കാണാൻ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന നടപടിയുമൊക്കെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് നേരത്തെ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. ICയുടെ അത് തിങ്കളാഴ്ച അതിനും പങ്കെടുക്കും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. ചോദിച്ചറിയാൻ കേസ് ആയിട്ടില്ലല്ലോ. കേസൊക്കെ ആയി വരുമ്പോഴല്ലേ പമ്പ്. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക. ഇതിങ്ങനെ കുറേ ഓലപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോൾ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. ഏതായാലും ഷൈൻ ടോം ചാക്കോ നാളെ പോലീസിന് മുന്നിലേക്ക് ഹാജരാകാൻ പോകുന്നു. നിലവിൽ സംസ്ഥാനത്തിന് പുറത്താണുള്ളത് എന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ 10 മണിക്ക് ഹാജരാകണം എന്നുള്ള പോലീസിൻ്റെ നിർദ്ദേശം അത് വൈകിട്ട് 3 മണിക്ക് ഹാജരാകാം എന്ന മറുപടി ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടവർ നൽകുകയായിരുന്നു, കുടുംബം നൽകുകയായിരുന്നു. അത് പോലീസ് ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിലേക്ക് എത്തും.